ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഫൈറ്റർ ബ്രീഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടായിരുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യൂ എന്നൊക്കെ ചോദിച്ച്. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ മീനുകളെല്ലാം ഈ കാണുന്ന സൈസ് കണ്ടോ. അപ്പോൾ ഈ ഒരു സൈസ് വരെ എല്ലാവരും വളർന്ന് വലുതായതാണ്. അപ്പോൾ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫിഷ് ടാങ്ക് ഇരിക്കുന്നതിൻ്റെ മേളിലായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഷീറ്റൊക്കെ നമ്മളിങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അപ്പം വെയിലും മഴയൊന്നും ഈ ടാങ്കിലോട്ട് കൊള്ളത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മുടെ ഈ മേളിൽ കിടക്കുന്ന ഷീറ്റ് നമ്മൾ അഴിച്ചു മാറ്റേണ്ട വന്ന്. അപ്പോൾ രാത്രി ആയപ്പോൾ നമ്മൾ അറിയാതെ നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ നമ്മൾ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഈ മീനുകളെല്ലാം ഒരുമിച്ച് ഡെഡായിപ്പോയി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പണികളൊക്കെ കിട്ടും. അപ്പം നമുക്ക് ജീവനോടെ കിട്ടിയത് ഈ ഒരു കുഞ്ഞ് മാത്രമാണ്. അപ്പോൾ ഇത് മാത്രം ചത്തില്ല, എന്നാന്നറിയത്തില്ല. പിന്നെ നമ്മളിന്ന് രാത്രി വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം നാളത്തേക്ക് നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ മീനുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റണം. നമ്മൾ വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഈ മീനുകളെല്ലാം പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നമ്മുടെ വാഹയെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം ഇനി പിടിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറ്റിയായിരുന്നു. ഇനിയിപ്പം നമ്മുടെ അക്വേറിയം മീനുകൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മുടെ അക്വേറിയം മീനുകളെല്ലാം കൂടെ എടുത്ത് നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. അതിനകത്ത് വെച്ച് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മുടെ പ്ലാന്റഡ് അക്വേറിയമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഇനി മാറ്റണം നമുക്ക്. നമ്മുടെ മീനൊക്കെ ഓടി പോകുന്നത് കാണാം. അപ്പം നമുക്കിനി നമ്മുടെ വാഹനെ പിടിക്കാം. അപ്പോൾ ഈ ടാങ്കിനകത്ത് കുറച്ച് വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈപ്പിട്ടത് വലിച്ച് കളയാം. ഇത് നല്ല ചാട്ടക്കാരനാണ്, ഇവനെ പിടിക്കാൻ നല്ല പാടാണ്. അങ്ങനെ നമ്മുടെ വാഹനെയൊക്കെ പിടിച്ച് ബക്കറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവനെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്വേറിയം വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പഴയ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പുതിയതായിട്ട് വാടകയ്ക്ക് എടുത്ത വീട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമ്മുടെ കണ്ടമില്ലേ, കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ അക്വേറിയം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം കണ്ടമാണ്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മുടെ അക്വേറിയം നമ്മൾ ആ ടേബിളിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് പോയി വെള്ളം കുരിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു തോടുണ്ട്. അപ്പോൾ നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വെള്ളം കുരി ഇനി അത് നിറയ്ക്കാവേ. അപ്പോൾ നമ്മുടെ ടാങ്കിനകത്തൊക്കെ വെള്ളം ഒഴിച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാഹയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ചത്തിട്ടുള്ളൂ. അതിൻ്റെ ബ്രീഡിംഗ് പെയർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരിനിയും അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.